എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും ഇന്നത്തെ പൗത്രത്തിൻ്റെ എപ്പിസോഡ് നല്ല സൂപ്പർ എപ്പിസോഡാണ്. നമ്മുടെ വേദ SP സാറിനെ പോയി കാണുവാണ്. എന്നിട്ട് വിക്രത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പറയുമ്പം വിക്രത്തിന് ജാമ്യം കിട്ടിയല്ലോ, പിന്നെ എന്താ പ്രശ്നമെന്ന് ചോദിക്കും. അന്നേരം വേദ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നത് വിക്രം നിരപരാധിയാണ് എന്ന് സാറിനോട് പറയാൻ വേണ്ടി മാത്രമല്ല, വിക്രത്തിനെ ഈ കേസിൽ കുടുക്കിയവർ പുറത്ത് മാന്യന്മാരായിട്ട് നടക്കുന്നുണ്ട്, അവരെയും കൂടി നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ, അതിന് വേണ്ടിയാണ് എന്ന് പറയും. അന്നേരം അദ്ദേഹം ചോദിക്കും, എന്താണ് വേദയുടെ സംശയങ്ങൾ എന്താണ് എന്ന് ചോദിക്കുകയാണ്. അന്നേരം വേദ SP പറയുന്നുണ്ട്, വിക്രം പോലീസിന് കൊടുത്ത മൊഴികളൊന്നുമല്ല FIRൽ അവർ ചേർത്തിരിക്കുന്നത്. വിക്രം അന്ന് പറഞ്ഞിരുന്നു, വിക്രം വരുന്ന വഴിയിൽ ആരോ വിക്രത്തിൻ്റെ ബൈക്കിന് നേരെ പടക്കം എറിഞ്ഞു, അതിനുശേഷം മുട്ട എറിഞ്ഞു. അങ്ങനെ വണ്ടി നിർത്തി ഇറങ്ങിയ വിക്രം അവിടെ ഉണ്ടായിരുന്ന അന്നേരം ഇതെല്ലാം ചെയ്തവരെ ഒരാളെ ഫോളോ ചെയ്ത് പുറകെ ഓടുകയും അങ്ങനെ ഓടിച്ചെന്ന് രമ്യയുടെ വീട്ടിലോട്ട് കയറുകയായിരുന്നു എന്ന് വിക്രം പറയുന്നുണ്ട്. പക്ഷേ അത് FIR കൊടുത്തിട്ടില്ല. അതുപോലെ വിക്രം ഓടി ആ വീട്ടിലോട്ട് കയറിയ സമയത്ത് ഈ ഫ്രണ്ടിൽ പോയവനാണ് എന്ന് കരുതിയാണ് രമ്യയെ കയറി പിടിച്ചത്. കറക്റ്റ് സമയത്ത് ലൈറ്റും പോയിരുന്നു, അതും വിക്രം പറഞ്ഞിരുന്നതാണ്. ഇതൊന്നും FIRൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ രമ്യ പറഞ്ഞത്, രമ്യ ആ സമയത്ത് റീൽസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലിടാൻ എന്നാണ് പോലീസിന് കൊടുത്ത മൊഴിയിലുള്ളത്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്ത രമ്യ എന്തിനാണ് അങ്ങനെ ഒരു റീൽസ് എടുത്തത് എന്ന് പോലീസ് ചോദിച്ചിട്ടില്ല. പോലീസ് ആ പോയിന്റ് നോട്ട് ചെയ്തിട്ടുമില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം രമ്യ വീടിൻ്റെ ഫ്രണ്ട് ഡോറും ലോക്ക് ചെയ്തു, എന്നിട്ട് ബാക്കിലൂടെ ഇറങ്ങി. ബാക്ക് ഡോറും ലോക്ക് ചെയ്തതിൻ്റെ ഉദ്ദേശം വിക്രത്തിനെ അവിടെ ലോക്ക് ചെയ്യുക, വിക്രത്തിനെ അവിടെ കൊടുക്കുക എന്നത് തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ എടുത്തു പറയുന്നുണ്ട്, ആ സമയത്ത് കറക്റ്റ് ആ വീട്ടിൽ ലൈറ്റ് പോയി എന്ന് രമ്യ പറയുന്നുണ്ട്, ആ പ്രദേശത്ത് ലൈറ്റ് പോയി എന്ന് രമ്യ പറയുന്നുണ്ട്. പക്ഷേ രമ്യയുടെ വീടൊഴികെ ബാക്കി ചുറ്റുവട്ടത്തുണ്ടായിരുന്ന വീടുകളിലെല്ലാം ലൈറ്റ് ഉണ്ടായിരുന്നു എന്നും വേദ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രമ്യയുടെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്. രമ്യയുടെ ബാങ്ക് അക്കൗണ്ട് വേദ നോക്കിയിരുന്നു. അന്നേരം കുറച്ച് ദിവസങ്ങളായിട്ട് രമ്യയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കുറച്ച് പണം പല അക്കൗണ്ടിൽ നിന്നായിട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ ബാങ്ക് രേഖകളിൽ രമ്യ എന്നല്ല വിജയലക്ഷ്മി എന്നാണ് പേര് എന്നും കണ്ടിരിക്കുന്നു. അതുപോലെ രമ്യ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തും വേദ അന്വേഷണം നടത്തിയിരുന്നു. അവിടെ രമ്യ എന്നല്ല പേര്, സൗമ്യ എന്നാണ്. അവിടെ ആർക്കും വിജയലക്ഷ്മിയെയോ രമ്യയെയോ അറിയില്ല, അവിടുത്തെ പേര് സൗമ്യ എന്നാണ്. അവിടെയും ഈ രമ്യ പണം തിരിമറി നടത്തിയതിൻ്റെ പേരിൽ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ ഒരാൾ നടക്കുന്നത് തന്നെ വലിയൊരു ക്രൈം അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അന്നേരം അദ്ദേഹത്തിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. അതിനുശേഷം വേദ പറയുന്നുണ്ട്, വിക്രം ഇതിനു മുമ്പിൽ പല കേസുകളിലും പെട്ടിട്ടുണ്ട് എന്ന് കരുതി വിക്രം ഈ കുറ്റവും ചെയ്തു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. രമ്യയ്ക്ക് ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും രമ്യ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയതാണോ എന്ന് നമുക്ക് അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ എന്നൊക്കെ വേദ പറയുമ്പം SP സാറിന് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നു. പിന്നെ ഇത് സംബന്ധിച്ച് കുറേ രേഖകളൊക്കെ വേദ SP സാറിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം അദ്ദേഹം പറയുവാണ്, ഏതായാലും നമുക്ക് ആ ഫ്രോഡ് രമ്യനെ ഒന്ന് പോക്കാം, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് SP കേസ് അന്വേഷിച്ച ഇൻസ്പെക്ടറെ വിളിക്കുവാണ്, എന്നിട്ട് SI വിളിക്കുവാണ്, എന്നിട്ട് രമ്യനെ പൊക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഈ സമയം ജാമ്യത്തിലിറങ്ങി വിക്രം ശ്രീകാര്യം ശ്രീനിവാസനെ കാണാനായിട്ട് ചെല്ലുക കേട്ടോ. അന്നേരം അദ്ദേഹത്തിൻ്റെ ഭാര്യ സുധ മുകളിൽ നിന്നേ കാണുന്നുണ്ട് വിക്രം അങ്ങോട്ട് ചെല്ലുന്നത്. അതുകൊണ്ട് വിക്രം വീട്ടിലോട്ട് കയറി വരുന്നതിന് മുമ്പേ താഴെ ചെന്ന് ശ്രീകാര്യം ശ്രീനിവാസനോട് പറയുന്നുണ്ട്, വിക്രം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, നിങ്ങളിപ്പം തൽക്കാലം പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് പറയും. അന്നേരം അങ്ങനെ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ അവൻ ജാമ്യത്തിലിറങ്ങി വരുമല്ലേ, അവനെ ഒന്ന് കാണണ്ടേ എന്ന് ചോദിക്കുമ്പം, ഇപ്പം നിങ്ങൾ കാണാൻ പോകണ്ട, നിങ്ങളിപ്പോൾ കാണാൻ പോയാൽ ശരിയാകുകയില്ല, കാരണം അവൻ്റെ പേരിൽ വന്നിരിക്കുന്ന കേസ് എന്താണ് എന്ന് നിങ്ങൾക്കറിയാലോ. ഇങ്ങനെ ഒരു കേസിൽ പെട്ടവനുമായിട്ട് നിങ്ങൾ ഇനി കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയേക്കുന്ന ആ സീറ്റൂടെ കൈ നങ്ങ് പോകും, ആൾക്കാർ നിങ്ങളെ തോപ്പിച്ച് ഒരു മൂലയിലിരുത്തും, അങ്ങനെ ഒരു ഗതി വരാൻ ഇടയാകരുത്, അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇറങ്ങണ്ട എന്ന് പറയും. അന്നേരം ശ്രീനിവാസന് ആകെ ബുദ്ധിമുട്ടാട്ടോ വിക്രത്തെ കാണാതിരിക്കാൻ. ഇനി അവൻ നിരപരാധിയാണെങ്കിലോ, അങ്ങനെ അവനെ കാണാതിരുന്ന മോശമല്ലേ അപ്പം എന്ന് ചോദിക്കുമ്പം, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തേക്കണം, അവനെ തെളിയിക്കട്ടെ അവൻ നിരപരാധിയാണെന്ന്. അങ്ങനെ തെളിയിക്കുമ്പം ഒരു രാഷ്ട്രീയക്കാരൻ്റെ തനി രൂപത്തിൽ അങ്ങ് ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയണം, നീ അഗ്നിശുദ്ധി തെളിയിച്ച് തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് 4 ഡയലോഗ് അങ്ങ് വിട്ടേക്കണം, അത് മതി എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തിയിട്ട് കോളിംഗ് ബെല്ലടിക്കുമ്പോഴത്തേക്കും ഇവരാ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അന്നേരം വിക്രം ചോദിക്കും, ഇതെന്താ ഒരു പ്രത്യേകത, ഇതിനു മുമ്പ് ഇങ്ങനെ ഡോർ അടച്ചിടാറൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പം
സുധ പറയുന്നുണ്ട് അതെങ്ങനെയാണ്, ഇതിനു മുമ്പ് ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ, ഇപ്പം ഞാൻ വന്നപ്പോൾ ചെറിയൊരു ചേഞ്ച് വരുത്തിയതാണ്, ഇത് വീടും പാർട്ടി ഓഫീസ് അവിടെയും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടേക്ക് ആകെ പ്രവേശനമുള്ളത് വിക്രത്തെ പോലെയുള്ള നല്ല ആൾക്കാർക്ക് മാത്രമാണ്, അതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പം അതേതായാലും നല്ലതാ, അല്ലെങ്കിൽ ചേച്ചിക്ക് ബുദ്ധിമുട്ടായേനെ എന്ന് വിക്രം പറയുന്നുണ്ട്. അന്നേരം കാപ്പി എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കട്ടെ ഭയങ്കര സ്നേഹത്തോടെ. അന്നേരം വേണ്ട ചേച്ചി, ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറയും. അന്നേരം അയ്യോ സാർ ഇവിടെ ഇല്ല, സാറ് പുറത്ത് പോയേക്കുവാണ് എന്ന് പറയുമ്പം വിക്രം അവിടെ വണ്ടി കിടപ്പുണ്ടല്ലോ. അന്നേരം അയ്യോ വണ്ടി ഇവിടെ കിടപ്പുണ്ടല്ലോ എന്ന് പറയുമ്പോൾ രാവിലെ വേറെ കുറച്ച് പേര് വന്ന് വേറൊരു വണ്ടി കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്, ഈ വണ്ടി എടുത്തില്ല എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് വിക്രത്തിൻ്റെ പേരിലുള്ള കേസ് എന്തായെന്ന് ചോദിക്കുക. അന്നേരം കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പം അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ വിക്രം, ഇതുപോലുള്ള കേസിലൊക്കെ പോയി ചാടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അറിയാലോ, ഇലക്ഷൻ ആയിരിക്കുവാണ്, ഇതുപോലുള്ള കേസിൽപ്പെട്ട നിന്നെ സംരക്ഷിച്ചു എന്നങ്ങാനും സോഷ്യൽ മീഡിയ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ എടുത്തിട്ട് കൂടെയും അതിനൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ എന്നൊക്കെ പറയും. അന്നേരം വിക്രത്തിന് ഏകദേശം കാര്യം മനസ്സിലാവുന്നുണ്ട്. എങ്കിലും വിക്രം പറയുവാണ് ഏതായാലും അന്ന് ചേച്ചിയും സാറും കൂടി എന്നെ ആ സ്വാമിയെ കൊണ്ട് കാണിച്ചില്ലേ, അന്നേരം അദ്ദേഹം പറഞ്ഞതൊക്കെ നേരായി അല്ലേ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഞങ്ങൾ ഏതായാലും നല്ല സ്ഥലത്തേക്കല്ലേ കൊണ്ടുപോകുള്ളൂ, അത് നിനക്ക് ഇപ്പോൾ ബോധ്യമായില്ലേ. പിന്നെ ഞാൻ ആ സ്വാമിയെ പിന്നെയും കണ്ടായിരുന്നു, അന്നേരം അദ്ദേഹം പറഞ്ഞത് നീ കുറച്ച് നാൾ സാറുമായിട്ടും അകന്ന് നിൽക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയും. അന്നേരം വിക്രത്തിന് ഏകദേശം മനസ്സിലായി. അന്നേരം വിക്രം പറയും ശരിയാണ്, എൻ്റെ പേരിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഉള്ളത് കൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും, എനിക്കത് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും നിന്നെ ഞാൻ ഒഴിവാക്കുമൊന്നും അല്ലട്ടോടാ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരും കേട്ടോ. ഇറങ്ങി പോകുന്ന ബൈക്കിൽ കയറി ഹെൽമെറ്റ് വെക്കുന്ന സമയത്താണ് വിക്രം അവിടെ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് കിടക്കുന്നത് കാണുന്നത്. അന്നേരം വിക്രം അതിലേക്ക് നോക്കുന്നതേ ഇവർ പറയുന്നുണ്ട് അയ്യോ അദ്ദേഹം ഇന്ന് വേറൊരു ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് പോയെന്ന്. അന്നേരം വിക്രം അത് ഞാൻ ചോദിച്ചില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ട് പോകുന്നു. വിക്രത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഏതായാലും ഇവരകത്തേക്ക് കയറി ചെന്നേമം ശ്രീനിവാസൻ പറയുന്നുണ്ട് ഇത്രയും വേണ്ടായിരുന്നു സുധേ, നേരിട്ട് ഇങ്ങോട്ട് നീ ഇനി വരരുതേ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇതിലും നല്ലതായിരുന്നു എന്ന് പറയുമ്പം അങ്ങനെ പറഞ്ഞാൽ ശരിയാകിയല്ല, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കണം എങ്കിലേ ഒരു രസമുള്ളൂ, അതിപ്പോൾ നിങ്ങളോടായാലും ചിലപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്യുള്ളൂ, നിങ്ങളുടെ കൂടെ കുറച്ചു കാലം ജീവിച്ചതല്ലേ ഞാൻ, അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ പോലെ പെരുമാറാൻ ഞാനും പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് കുടിക്കാൻ ഞാൻ കുറച്ച് തണുത്തത് എന്തെങ്കിലും എടുക്കാം, അതാണ് നല്ലത്, കാരണം ഉള്ളു ഭയങ്കരമായിട്ട് ചൂടായിട്ടിരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ അടുക്കള ഭാഗത്തേക്ക് അങ്ങ് പോകുന്നു തണുത്തത് എടുക്കാൻ വേണ്ടി. ആകെ വിഷമത്തിൽ നിൽക്കുവാണ് ശ്രീനിവാസൻ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രമ്യയാണ്. രമ്യ കടയിൽ കയറി എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ഇറങ്ങി വണ്ടിയിൽ കയറി പോകാൻ തുടങ്ങുമ്പം നമ്മുടെ വേദ അങ്ങോട്ട് വന്നിട്ട് കീ അങ്ങൂരിടും. എന്നിട്ട് നിനക്ക് തിരക്കുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട് തിരക്കുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുമ്പോൾ നീ മര്യാദയ്ക്ക് ആ താക്കോലും കാണുന്നത് എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ താക്കോല് തരുന്നില്ല, നിന്നെ കാണാൻ വേണ്ടി ഞാൻ മാത്രമല്ല വേറെ കുറച്ച് പേരോട് വന്നിട്ടുണ്ട് അതേ നോക്കാമെന്ന് പറയുമ്പം അപ്പുറത്ത് മാറി പോലീസ് ജീപ്പിൽ ആ ഇൻസ്പെക്ടറും രണ്ടുപേരും കോൺസ്റ്റബിൾസോട് നിൽപ്പുണ്ടേ. എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ കാണാൻ വേണ്ടി അവർ വന്നത്, നീ മര്യാദയ്ക്ക് പോയി വണ്ടിയിൽ കയറുവാണെങ്കിൽ നാട്ടുകാരറിയില്ല, അല്ലെങ്കിൽ നിന്നെ പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്ന എല്ലാവരും കാണുമെന്ന് പറയും. അന്നേരം നീ മര്യാദയ്ക്ക് എൻ്റെ താക്കോല് താ എന്നൊക്കെ ആദ്യം രമ്യ പറയുന്നുണ്ട്. പക്ഷേ കാര്യം ശരിയാകില്ല എന്ന് മനസ്സിലാകുമ്പം വേണ്ട ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് കൂടെ ചെല്ലുക. ഏതായാലും ഇൻസ്പെക്ടറെ അടുത്ത് എന്നിട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമുണ്ടല്ലോ, ഞങ്ങൾ കൊണ്ടുപോകുന്ന വഴിക്ക് പ്രതി ചാടിപ്പോയി അതുകൊണ്ട് പ്രതിയെ പിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള ഡയലോഗ് അത് ഇവിടെ വേണ്ട, കാരണം ഈ കേസിൽ ഇപ്പോൾ ഇടപെട്ടേക്കുന്നത് SP സാറാണ്, അത് മറന്നു പോകണ്ട എന്ന് പറഞ്ഞിട്ടാണ് വേദ രമ്യയുടെ വണ്ടിയിൽ കയറിക്കോളാൻ പറയുന്നത്. എന്നിട്ട് ഒരു ഞാനും പുറകെ അങ്ങോട്ട് എത്തിക്കോളാം എന്ന്. വേറെ നിവൃത്തിയില്ലാണ്ട് അവർ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന രമ്യയും കൂട്ടി പുറകെ വേദയും പോകുന്നുണ്ട്. അങ്ങനെ രമ്യനെ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നത് SP സാറ് തന്നെയാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഇതിനു മുമ്പ് 3 തവണ നിങ്ങളെ പണത്തട്ടിപ്പ് കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ 2 എണ്ണത്തിൽ നിങ്ങൾ മേലുദ്യോഗസ്ഥരെ സ്വാധീനിച്ച് രക്ഷപ്പെട്ടു, ഒരെണ്ണത്തിൽ നിങ്ങൾ ജാമ്യത്തിലും ഇറങ്ങി. ഈ കേസിൽ എന്താണ് നടന്നത് എന്ന് തുറന്നു പറയുവാണ്, ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാകും. അതല്ല ഇനിയിപ്പോൾ ഞങ്ങളുടേതായ രീതിയിൽ ചോദിച്ചാലേ പറയുള്ളൂ എങ്കിൽ അങ്ങനെ ചോദിക്കാനും ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വനിതാ കോൺസ്റ്റബിളിനെ വിളിക്കും. അവരൊന്ന് പേടിപ്പിക്കുന്നേക്കും ഞാൻ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാം എന്ന് രമ്യ പറയുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുവാണ് ഈ കേസിൽ വിക്രം നിരപരാധിയാണ്, എന്നോട് അഭിലാഷാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അന്നേരം SP സാറ് അഭിലാഷിനെ എവിടെയാണേലും അവൻ എവിടെ പോയി ഒളിച്ചാലും പൊക്കണമെന്ന് SIയോട് പറയുന്നുണ്ട്. ഇത് നമ്മുടെ വേദ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സമയം നമ്മുടെ വിക്രം റോഡിലൂടെ പോകുമ്പം അന്ന് ഈ പടക്കവും മുട്ടയൊക്കെ എറിഞ്ഞ ഒരുത്തിനെ നന്നായിട്ട് കണ്ടായിരുന്നല്ലോ, അവൻ്റെ പുറകെയാണ് വിക്രം ഓടിയത്. അവനെ വീണ്ടും കാണുവാണ്, പുറത്ത് ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ കൂട്ടുകാരുടെ കൂടെ തന്നെ. വിക്രത്തിനെ കണ്ടു കഴിയുമ്പം അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. വിക്രം പുറകെ ബൈക്ക് കൊണ്ടുപോയി അവനെ ഇടിച്ചിട്ട്
പിടിച്ചെഴുന്നേൽപ്പിക്കും. എന്നിട്ട് കുറേ തല്ല് കൊടുക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ അന്ന് അങ്ങനെ ചെയ്തതെന്ന്. അന്നേരം കൂടെയുള്ളവന്മാർ ഇവനെ ഇട്ടിട്ട് ഓടിപ്പോകും കേട്ടോ. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഫ്രോഡ് പരിപാടിക്ക് ഇറങ്ങുമ്പം ചത്താലും കൂടെ നിൽക്കും എന്നുള്ളവന്മാരെ കൂടെ നിർത്തണ്ടേ, അതുപോലെ അല്ലാതെ ഇതുപോലെ പേടിത്തൊണ്ടന്മാരെയാണോ കൂടെ നിർത്തണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കുറേ ചോദിക്കുമ്പോൾ അവൻ പറയാതിരിക്കുമ്പോൾ കത്തി കൊണ്ട് വയറിനെ മുറുക്കി പിടിക്കും. എന്നിട്ട് അവൻ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കയറ്റുമെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവൻ സത്യം പറയുന്നുണ്ട്, ഞാൻ അഭിലാഷ് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന്. ഈ സമയം ഈ പറഞ്ഞ അഭിലാഷും കൂട്ടുകാരും കൂടി മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അവൻ പറയുന്നുണ്ട്, എന്നോട് ഈ നാട്ടിലേക്കേ കിടന്നേക്കരുതെന്നാണ് ആ ശ്രീനിവാസൻ പറഞ്ഞത്. അതൊന്നും കേൾക്കാൻ എന്നെ കിട്ടത്തില്ല. ഏതായാലും അയാളുടെ വലങ്കയായ വിക്രത്തിനെ അവന് ഇതുപോലൊരു കെണിയിൽ ഞാൻ കൊണ്ടുപെടുത്തിയില്ലേ, ഇനിയിപ്പോൾ അവൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടും കാര്യമൊന്നുമില്ല. അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ഓടി വരുന്നതായിരുന്നു ശ്രീനിവാസൻ. എന്തേ ഈ കേസിൽ മാത്രം വരത്തില്ല. അതാണ് ഈ കേസിൻ്റെ പവർ എന്ന് പറയും. അന്നേരം അവർ പറയുന്നുണ്ട്, നീ ഒന്ന് സൂക്ഷിക്കണം, അവൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ഒന്നും പേടിക്കാനൊന്നുമില്ല. പിന്നെ അവൻ ജയിലിൽ കിടക്കത്തൊന്നുമില്ല. ഒരു നല്ല വക്കീൽ വിചാരിച്ചാൽ അവൻ പുറത്തിറങ്ങും എന്നൊക്കെ എനിക്കറിയാമായിരുന്നു. ഞാൻ അവനെ ജയിലിൽ കിടത്താൻ വേണ്ടിയൊന്നും അല്ല ഇത് ചെയ്തത്. അവൻ്റെ ആ പേര്, അവൻ എന്തൊക്കെ തെമ്മാടിത്തരം കാണിച്ചാലും നല്ലതിന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് എന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. അതങ്ങ് തീർന്നു കിട്ടിയില്ലേ. ഇപ്പം അവൻ പെണ്ണ് കേസിൽ പെട്ടേക്കുവാണ്. ഇനി ആൾക്കാർ ആ രീതിയിലേ അവനെ കാണുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പം ദേ വരുന്നു നമ്മുടെ വിക്രം. ബൈക്കിന് അങ്ങോട്ട് കയറി വരുവാണ്. നല്ല മാസ് സീനൊക്കെയാണ്. അത് കാണാൻ നല്ല രസമുണ്ട്. ഏതായാലും വിക്രത്തെ കണ്ട് പേടിച്ച് നിൽക്കുന്ന അഭിലാഷിനെയും ഒരു ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന വിക്രത്തെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.